മച്ചിലിരിക്കുന്ന പല്ലിക്കൊരു പക്ഷേ തോന്നിയേക്കാം താനാണ് ഈ മച്ചിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് വല്ലാതെ ബലത്തിൽ തന്നെ മലർന്നു കിടന്ന് അത് ചില്ലെന്ന് വിളിച്ചിട്ട് ഈ മച്ചങ്ങ് താഴെ വീണു പോകുമെന്ന് വിചാരിച്ച് അതിൻ്റേതായ കാലുകൾ അങ്ങ് വിട്ടാൽ മച്ചല്ല താഴെ വീഴുക, പല്ലിയാണ് നിലത്തിടിച്ചു വീഴുക. ഇതൊരു സത്യമാണ്. ഇവിടെ യു ഡി എഫിനുള്ളിൽ ആരൊക്കെയാണിപ്പോൾ ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് യു ഡി എഫിലെ നേതാക്കൾക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളത്. ഇപ്പോൾ മീഡിയ മുന്നിൽ നമ്മൾ ഈ ചർച്ച നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡുകളിൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ തന്നെ പറയുമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ KPCCയുടെ പുതിയ പ്രസിഡൻ്റല്ല പറയുന്നത്. യു ഡി എഫിൻ്റെ കൺവീനർ പറയുകയാണ്, ഈ യു ഡി എഫിൽ ഇപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് തനിക്കറിയില്ല എന്ന് യു ഡി എഫിൻ്റെ കൺവീനർ പറയുകയാണ്. അപ്പോൾ ഇവിടെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി മാറുന്നൊരവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നതെങ്കിൽ ആ കോൺഗ്രസ് യു ഡി എഫിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് അവർ തീരുമാനിക്കുന്നു എന്നുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. നിലമ്പൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തുക തന്നെ ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷവും നേടിക്കൊണ്ട് അത്തരത്തിൽ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജൈത്രയാത്ര തുടരും. ശരി, ശ്രീ N. ശ്രീകുമാർ, ഇവിടെ നൗഷാദ് അലി പറയുന്നുണ്ടായിരുന്നല്ലോ, ഒരല്പം വൈകിയാണെങ്കിലും ഞങ്ങൾക്കൊപ്പം ഓടിയെത്തും അൻവർ എന്ന്. പക്ഷേ ഇന്ന് അൻവർ നടത്തിയ പ്രതികരണങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജോയിയെ പറ്റി പറഞ്ഞതാണ്. ഇത് അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത് ആവർത്തിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും. VS ജോയിക്ക് ഈ ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. പിന്നെ ഈ മലയോര കർഷകരുടെ ദുസ്ഥിതിയെപ്പറ്റിയും പറയുന്നു. മലയോര കർഷകർ നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് ഇന്ന് സംസാരിച്ച് തുടങ്ങേണ്ടി വന്നത്. അപ്പോൾ അതൊരു ചെറുതല്ലാത്ത വിഷയം തന്നെയാണ്. ഇനി രണ്ടാമതായി ആര്യാടൻ ഷൗക്കത്തിനെ പറ്റിയും അദ്ദേഹം പറഞ്ഞു. 2 മാസം മുൻപ് CPMുമായി ചർച്ച നടത്തി, വയനാട്ടിൽ വെച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി. 2 വർഷമായി ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിയാൽ ഒരക്ഷരം പിണറായി സർക്കാരിനെതിരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാൾ പിണറായിക്കൊപ്പം തന്നെ നിന്ന് ജയിക്കാൻ പോകുന്ന ഒരാൾ, അത്തരമൊരു അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകം, അവിടെ ഇടം കിട്ടാതെ ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോഴും മനസ്സപ്പുറത്താണ്, ശരീരം മാത്രമാണ് ഇപ്പുറത്ത് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓൺ റെക്കോർഡാണ് ഈ 2 പ്രതികരണങ്ങളും. ചുരുങ്ങിയ ദിവസം മാത്രം ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുമ്പോൾ ഈ പ്രതികരണങ്ങൾ, ഓൺ റെക്കോർഡായിട്ടുള്ള ഈ പ്രതികരണങ്ങൾ എത്ര ഇനിയിപ്പോൾ 2 ദിവസത്തിന് ശേഷം കോൺഗ്രസിനൊപ്പം കൂടെ അൻവർ ഓടിയാലും അത് കോൺഗ്രസിനെ മുറിവേൽപ്പിക്കില്ലേ, ആര്യാടൻ ഷൗക്കത്തിനെ മുറിവേൽപ്പിക്കില്ലേ? ചോദ്യം എന്നോടാണോ വേണോ? അല്ലല്ല, ചോദ്യം ശ്രീ N. ശ്രീകുമാർ അങ്ങയിലേക്ക് വരാം. എന്നോടാണോ വേണോ? ശ്രീ വേണു, അതായത് വേണു ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നത്, നിങ്ങൾ UDFുമായിട്ട് എന്തിനാണ് അൻവറെ കൂട്ടിക്കെട്ടുന്നത്? അൻവർ എന്ന് പറയുന്നത് UDFിൻ്റെ ഒരു ഭാഗമല്ല. അദ്ദേഹം LDFിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച് MLA ആയി. തുടക്കത്തിൽ തന്നെ തടസ്സപ്പെടുത്തുകയല്ല ശ്രീ N. ശ്രീകുമാർ. VD സതീശന്റെ വാക്കുകൾ ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ UDFിൻ്റെ ഭാഗമാക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം UDFിൻ്റെ ഭാഗമാകും. ഞാൻ തന്നെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും അത്.